ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് 7. ഇവിടെ വേദങ്ങളുടെ ഉത്ഭവമാണ് പറയുന്നത്. അപ്പം ബ്രഹ്മത്തിന് വലിയ ബ്രഹ്മം ഈശ്വരനായി മാറിയതിന് ശേഷം അതിന് വലിയ ബ്രഹ്മണസ്പതി ആയതിനു ശേഷം കഴിഞ്ഞാൽ പറഞ്ഞു ബ്രഹ്മണസ്പതിയാണ് ഞാനെന്ന ഭാവം ഉണ്ടായ ആദ്യത്തെ. അതിനൊരു പ്രപഞ്ച സൃഷ്ടി നടത്തണമെന്ന് ചിന്തിച്ചപ്പോൾ അതിനാദ്യം വേണ്ടത് ശാസ്ത്രങ്ങളാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആധുനിക സയൻസ് കണ്ടെത്തിയതാണ്. അല്ലാതെ ബ്രഹ്മം കയറിയിട്ട് തേങ്ങ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ തേങ്ങ ഉണ്ടാകും, മാങ്ങ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മാങ്ങ ഉണ്ടാകുന്നതെല്ലാം അത് പുരാണ കഥകളിലെ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് വേദങ്ങളിലെ സയൻസിലൊക്കെയാണ് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴും ആ ഉണ്ടാകുന്നതും സയൻസിലോട്ട് തന്നെ ഉണ്ടായേ പറ്റൂ. അത് നമ്മൾ ഇന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അല്ലാതെ സയൻസ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഉണ്ടാക്കി. ഈ സയൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ട ശാസ്ത്രങ്ങളാണ് ആദ്യം അതുകൊണ്ടാണ് വേദം ആദ്യം തന്നെ എന്ത് പറയുന്നു? വേദങ്ങൾ ഉണ്ടായതിനെ പറ്റി പറയുന്നു. ഒരു ജ്ഞാനം ഉണ്ടായതിനെ പറ്റി പറയുന്നു. വേദം എന്ന് പറയുമ്പോൾ ജ്ഞാനമെന്നേ അർത്ഥമുള്ളൂ. പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ട എല്ലാ ജ്ഞാനങ്ങളും അതിൽ നിന്നും ആദ്യം ഉണ്ടാകും. പിന്നീട് ഋഷികൾ അതിനെല്ലാം മനസ്സിലാക്കി എഴുതി വെച്ച പുസ്തകമാണ് വേദങ്ങൾ. അതുകൊണ്ട് വേദങ്ങൾ എന്ന് പേര് കൊടുക്കാൻ കാരണം എല്ലാ ജ്ഞാനവും അതിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് വേദങ്ങളെ ഉത്ഭവത്തെപ്പറ്റി പറയുന്നതെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഋഗ്വേദം മണ്ഡലം 10 സൂക്തം 90-9 ഋഷി നാരായണൻ ദേവത പുരുഷൻ ഛന്ദസ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ്. തസ്മാത് യജ്ഞാത് സർവഹുതഃ ഋജസാമാനി ജഞ്ജിരേ ഛന്ദാംഗുംസി ജഞ്ജിരേ തസ്മാത് യജുസ്തസ്മാത് അജായതാം. സർവേശ്വരനായ ആ പുരുഷനിൽ നിന്ന് ഋഗ്വേദവും സാമവേദവും ഉദ്ഭവിച്ചു. ആ യജ്ഞത്തിൽ നിന്ന് തന്നെയാണ് യജുർവേദവും ഗായത്രിയാദി ഛന്ദസ്സുകളും ഉത്ഭവിച്ചത്. ഈ സർവേശ്വരനായ പുരുഷനിൽ നിന്ന് ഋഗ്വേദവും സാമവേദവും ഉത്ഭവിച്ചു. ആ യജ്ഞത്തിൽ തന്നെ യജുർവേദവും ഛന്ദസ്സുകളും ഉണ്ടായി. അപ്പം 3 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം. ആദ്യം വേദങ്ങൾ, പ്രധാനപ്പെട്ട 3 വേദങ്ങളാണ് ഉണ്ടായത്. വേദങ്ങൾ എന്ന് പറയുന്നത് 3 വ്യത്യസ്ത തരം വിഷയങ്ങളാണ് അതിലുള്ളത്. അത് പിന്നീട് പറയാം. 3 വേദങ്ങളെ പറ്റി പറയുന്നിടത്ത് പറയാം. ആദ്യം 3 വേദങ്ങളാണ് ഉണ്ടായത്. അത് 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അതേസമയം ഋഗ്വേദത്തിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ മനസ്സിലാക്കണ്ടെങ്കിൽ ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. കാരണം ഒരു വരിക്ക് തന്നെ പല അർത്ഥങ്ങളുള്ളത് കൊണ്ട് ഏത് വിഷയത്തെ പറ്റിയാണ്, കെമിസ്ട്രീനെ പറ്റിയാണോ ഫിസിക്സിനെ പറ്റിയാണോ എല്ലാം നല്ല മനസ്സിലാക്കണ്ടെങ്കിൽ അത്തരത്തിൽ അങ്ങനെയല്ല ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്നാലും ഉദാഹരണം പറയുകയാണ്. ഏത് വിഷയത്തെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ പറയണം. ഒരു മന്ത്രത്തിന് തന്നെ 2-3 ഛന്ദസ്സ് ഉണ്ടെങ്കിൽ 2-3 വിഷയങ്ങളെ പറ്റിയാണ് അതിലൂടെ പറയുന്നുണ്ടാവുക. അപ്പോൾ അതാത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചിട്ട് അതിനെ മനസ്സിലാക്കണം. അപ്പം ഈ സർവേശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മണസ്പതി തന്നെ ആയിട്ട് എടുക്കാം. ഓരോരുത്തയിൽ പറയുമ്പോൾ സർവേശ്വരൻ എന്ന് പറയും, ഇല്ലെങ്കിൽ ബ്രഹ്മണസ്പതി എന്ന് പറയും. ഇനി അടുത്തതിലെന്താ പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 37 മന്ത്രം 2. ഋഷി ശ്യാവശ്വഃ ദേവത സവിത ഛന്ദഃ ജഗതി സ്വരഃ നിഷാദഃ. യുഞ്ജതേ മന ഉദ യുഞ്ജതേ ധിയോ വിപ്രസ്യ ബൃഹദോ വിവശ്ചിതഃ വിഹോത്രാദധേ വയുനാവിദേക ഇന്മഹി ദേവസ്യ സവിദു പരിതുഷ്ടതി. ഈശ്വരൻ അറിവിൻ്റെ കേന്ദ്രമാണ്. അതിലൂടെയാണ് എല്ലാ സൃഷ്ടികളും നടക്കുന്നത്. മഹാന്മാർ ഈശ്വര തത്വങ്ങൾ ഉൾക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇതിൽ പറയുന്നത് ഈശ്വരൻ അറിവിൻ്റെ കേന്ദ്രമാണ്. അതായത് ആ ഈശ്വരനിൽ അറിവിൻ്റെ കേന്ദ്രം തന്നെയാണ്. അതിൽ നിന്ന്
ജ്ഞാനങ്ങളെല്ലാം ഉത്ഭവിച്ചു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വരൻ തന്നെ എല്ലാ ജ്ഞാനവുമാണ് ഈശ്വരൻ. ശുദ്ധമായ ജ്ഞാനമാണ് തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ അതിൻ്റെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷമാണ് ബ്രഹ്മണസ്പതിയായിട്ടെല്ലാം എടുക്കുന്നത്. അതിലൂടെയാണ് എല്ലാ സൃഷ്ടിയും നടത്തുന്നത്. അപ്പോൾ സൃഷ്ടി നടത്തുന്നത് സയൻസിലൂടെയാണ്, അറിവിലൂടെയാണ്, ജ്ഞാനത്തിലൂടെയാണ്. അല്ലാതെ ചുമ്മാ അതുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി വന്നതല്ല. ഉണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. മഹാത്മാർ ഈ ഈശ്വര തത്വങ്ങൾ ഉൾക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഉണ്ടായ ഈ ശാസ്ത്ര തത്വങ്ങളാണ് മനുഷ്യരും മനസ്സിലാക്കിയിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ മനുഷ്യരെ ഓരോ ജ്ഞാനം ഉണ്ടാക്കിയെടുത്തതല്ല, പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ സൃഷ്ടിക്ക് പിന്നിൽ ഉപയോഗിച്ച ജ്ഞാനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബുദ്ധിമാന്മാരും അവയെടുത്ത് പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി അടുത്തതിൽ എന്താ പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 36 മന്ത്രം 3. ഋഷി വിശ്വാമിത്ര ദേവത സവിത ഛന്ദഃ ദൈവി ബൃഹതി നിർജിത് ഗായത്രി സ്വരഃ ഷഡ്ജഃ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇക്കാണുന്ന ഭൂമിയും അന്തരീക്ഷവും സ്വർഗവുമൊക്കെ ഈശ്വര നിർമ്മിതമാണ്. അതിനു കാരണം അതിൻ്റെ അപാരമായ ബുദ്ധിശക്തിയാണ്. അതിനെ ഞാൻ നമിക്കുന്നു. ആ ബുദ്ധി എനിക്കും പ്രചോദനമാകട്ടെ. ഈ കാണുന്ന ഭൂമിയും അന്തരീക്ഷവും സ്വർഗവുമെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അതിന് കാരണം എന്താണ്? കാരണം എന്ന് പറയുകയാണ് അതിൻ്റെ അപാരമായ ബുദ്ധിശക്തിയാണ്. ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ, സയൻസിലൂടെ തന്നെയാണ് ഇവിടെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ അതുണ്ടാകണ്ടേന്ന് പറയുമ്പോൾ ചക്ക ഉണ്ടായി എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന മാതിരി അങ്ങനെ ഉണ്ടാകുകയല്ല. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ സൃഷ്ടിക്രമങ്ങളും, സയൻസിലൂടെയാണ് എല്ലാ സൃഷ്ടിക്രമങ്ങളും നടന്നിരിക്കുന്നത്. അതിനെ ഞാൻ നമിക്കുന്നു. അപ്പം അത്രയും വലിയ പ്രപഞ്ച രഹസ്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശാസ്ത്രത്തെ നാം നമിക്കുന്നു. ആ ബുദ്ധി എനിക്ക് ലഭിക്കട്ടെ. ആ ജ്ഞാനം നമ്മളും പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പ്രയോഗിച്ചിട്ടാണ് നമ്മളും പുരോഗതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്തു പറയുന്നു? ആ ബുദ്ധി എനിക്കും ലഭിക്കട്ടെ എന്ന് പറയുകയാണ്. ഇനി അടുത്തേക്ക് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 40-5. ഋഷി കണ്വൻ ദേവത ബ്രഹ്മണസ്പതി ഛന്ദസ് ബൃഹതി ത്രഷ്ടുപ്പ്. പ്രനൂനം ബ്രഹ്മണസ്പതിർ മന്ത്രം വദത്യുക്ത്യം യസ്മിൻ ഇന്ദ്രോ വരുണോ മിത്രോ അര്യമ ദേവ ഓകാംസി ചക്രിരേ. ബ്രഹ്മണസ്പതി എല്ലാ ശാസ്ത്രമന്ത്രങ്ങളും ഉച്ചരിക്കുന്നു. ആ മന്ത്രങ്ങളിൽ ദേവതകൾ വസിക്കുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ബ്രഹ്മണസ്പതി എല്ലാ ശാസ്ത്രമന്ത്രങ്ങളും ഉച്ചരിക്കുന്നു. ആ മന്ത്രങ്ങളിൽ ദേവതകൾ വസിക്കുന്നു. ബ്രഹ്മണസ്പതിയിൽ നിന്നാണ് എല്ലാ ശാസ്ത്രമന്ത്രങ്ങളും ഉണ്ടായിരിക്കുന്നത്. ആ മന്ത്രങ്ങളിൽ ദേവതകൾ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള 33 കോടി, അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന എല്ലാ സംഗതികളും ആ ശാസ്ത്രത്തിലാണുള്ളത്. ദേവതകളിൽ കല്ലും മണ്ണും വായു എല്ലാം ദേവതകളാണ്. പ്രേരക ശക്തികളുണ്ട്. ഈ പ്രേരക ശക്തികളെല്ലാം എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടായോ അതെല്ലാം ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം ഈ ശാസ്ത്രത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. വെള്ളം എന്നത് H2 ആണെന്നതുള്ള ശാസ്ത്രത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ആ ശാസ്ത്ര തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജലമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം എല്ലാം സയൻസിൽ നിന്നാണ് ആവിർഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാണെന്ന് മനസ്സിലാക്കണം. അപ്പം സയൻസ് എന്നത്, സയൻസിനെ നമുക്ക് എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല. ഇതാണ് സയൻസ്, ഇങ്ങനെ 10 കിലോ കൊണ്ട് 20 കിലോ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് സയൻസ് തന്നെയാണ്. അതിനെയാണ് ബ്രഹ്മണസ്പതി എന്ന് പറയുന്നത്. ആ പ്രേരക ശക്തി, ആ സയൻസിൻ്റെ പ്രേരക ശക്തിയാണ് ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും എല്ലാം കൂടിച്ചേർന്നിട്ട് ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ട് പല വസ്തുക്കളായിട്ട് ആകാൻ പ്രേരിപ്പിക്കുന്നത്.
ഏതൊരു രാസപ്രവർത്തനം നടക്കുമ്പോഴും അവിടെ പ്രേരിപ്പിക്കുന്നത് സയൻസാണ്. സയൻസിൻ്റെ പിന്നിലുള്ള ആ പ്രേരക ശക്തിയാണ്. ബ്രഹ്മത്തിൽ നിന്നും വന്ന ആ പ്രേരക ശക്തിയാണ് സയൻസ് രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. അതാണ് ബ്രാഹ്മണസ്പതിയായത്. ഒരു ശാസ്ത്ര പ്രതിഭാസമായതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തിയാണ്. ഇലക്ട്രോണിനെ പ്രോട്ടോണിന് ചുറ്റുവാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാം ഒരു പ്രേരക ശക്തിയാണ്. അത് സയൻസാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭൂമിയും സൂര്യനെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സയൻസാണ് പ്രേരക ശക്തിയായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഈ സയൻസ് ഒരു പ്രേരക ശക്തിയാണ്. സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാണ്. അതിനെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്ന, അത് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സയൻസ് തന്നെ ഒരു പ്രേരക ശക്തിയാണ്. ഏറ്റവും വലിയ പ്രേരക ശക്തി സയൻസാണ്. ആ സയൻസിൽ നിന്ന് ആ പ്രേരക ശക്തിയിലൂടെയാണ് പ്രപഞ്ചം ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിലാണ് ദേവതകളെല്ലാം, എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം ആ സയൻസിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പം ദേവതകൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകുന്നു അതെല്ലാം ദേവതകളാണ്. അതൊന്നും ഈശ്വരനായിട്ട് എടുക്കരുത്. ഈശ്വരൻ മാത്രം ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി നടത്താനുള്ള ഒരു ചിന്ത ഉണ്ടാക്കുമ്പോൾ അത് മാത്രമാണ് ഈശ്വരൻ. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അതിൻ്റെ ശേഷം വരുന്നതെല്ലാം പ്രേരക ശക്തികളാണ്. ആ പ്രേരക ശക്തികളിൽ നിന്നാണ് പലതരം വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. അതിനെല്ലാം ദേവതകൾ എന്ന് പറയും. എന്തുകൊണ്ടാണ് ദേവതകൾ എന്ന് പറയുന്നതെന്ന് പിന്നീട് പറയാം. ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 23-1. ഋഷി ഗൃത്സമദൻ, ദേവത ബ്രഹ്മണസ്പതി, ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ്. ഓം ഗണാനാൻ ത്വാ ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോദിഭിസ് സീദസാദനം. ബ്രഹ്മണസ്പതി ദേവതകളിൽ മുമ്പനും ശ്രേഷ്ഠനും നൽകുന്ന അന്നം ഉത്തമവും ആകുന്നു. ബ്രഹ്മണസ്പതി ദേവതകളിൽ മുമ്പനും. ദേവതകളിലെ ശാസ്ത്രമാണ് ഏറ്റവും വലുത്. ശാസ്ത്രം തന്നെ ഒരു ദേവതയാണ്. അക്ഷരം ഒരു ദേവതയാണ്. ദേവത എന്താണെന്ന് പിന്നീട് പറയാം. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായ ദേവത പ്രേരക ശക്തിയായിരിക്കുന്നത് സയൻസാണ്. അതിൽ മുമ്പനാണ്. അപ്പം ദേവതകളിൽ മുമ്പനാണ് ബ്രഹ്മണസ്പതി. കവികളിൽ ശ്രേഷ്ഠനുമാണ്. കവികളിലൂടെയാണ്, ഭാവനകളിലൂടെയെല്ലാമാണ് പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ വെറും സയൻസായിട്ടൊന്നും അതിനെ ചിന്തിച്ചേക്കരുത്. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ കുറേ വിചാരങ്ങളെല്ലാം ഉണ്ട്. ആ വിചാരങ്ങളിലൂടെയെല്ലാം മനുഷ്യരെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയതാണ്. കവിഭാവനകളാണ്. കവികളിൽ ശ്രേഷ്ഠനാണ്. നൽകുന്ന അന്നത്തിൽ ഉത്തമമാണ്. അത് ആദ്യം ഉണ്ടാക്കിയ അന്നം എന്താണ്? ഇലക്ട്രോണും പ്രോട്ടോണുമാണ്, എനർജിയാണ്. ആദ്യം ജ്ഞാനം സയൻസിൽ നിന്നും പുറത്തേക്ക് വന്നത്, ഈ ശക്തിയിൽ നിന്നും, പ്രേരക ശക്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇലക്ട്രോണും പ്രോട്ടോണും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, എനർജി എല്ലാമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതാണ് പിന്നെ ബാക്കിയുള്ളതെല്ലായിട്ട് മാറിയത്. അപ്പോൾ അത് നൽകുന്ന അന്നം ഉത്തമമാകുന്നു. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 23-2. ഋഷി ഗൃത്സമദൻ, ദേവത ബ്രഹ്മണസ്പതി, ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ്. ദേവാശ്ചിത്തേ അസുര്യ പ്രേജസാ ബൃഹസ്പതേ യജ്ഞിയം ഭാഗമാനശോ ഉസ്രാ ഇവ സൂര്യോ ജ്യോതിഷാമഹോ വിശേഷാമിജ്ജനിത ബ്രഹ്മണാമസി. ജ്ഞാനിയും രാക്ഷസന്മാരെ വധിച്ചവനുമായ ബ്രഹ്മണസ്പതി സൂര്യൻ രശ്മികളെ പുറപ്പെടുവിക്കുന്നത് പോലെ മന്ത്രങ്ങളെ സൃഷ്ടിച്ചു. ജ്ഞാനിയും രാക്ഷസരെ വധിച്ചവനുമായ ബ്രഹ്മണസ്പതി. അപ്പം സൃഷ്ടി നടക്കുമ്പോൾ അവിടെ കുറേ രാക്ഷസര് തടസ്സങ്ങളെല്ലാം ഉണ്ടാകും. അതിനെയെല്ലാം മറികടക്കാനുള്ള വഴികൾ സയൻസിലുണ്ട്. സൂര്യരശ്മി പുറപ്പെടുന്നത് പോലെ മന്ത്രങ്ങൾ സൃഷ്ടിച്ചു.
അപ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്ക് തടസ്സമായി നിൽക്കുന്നു അതിനെല്ലാം സയൻസിലൂടെയാണ് മറികടന്ന് വരുന്നത്. അപ്പോൾ ഈ സയൻസ് മന്ത്രങ്ങളെല്ലാം സൂര്യനിൽ നിന്നും രശ്മികൾ പുറപ്പെടുന്നത് പോലെ ബ്രഹ്മണസ്പതിയിൽ നിന്ന് ശാസ്ത്രങ്ങൾ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് സൃഷ്ടിക്രമം നടന്നത്. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 23-3. ഋഷി ഋസമതൻ ദേവതാ ബ്രഹ്മണസ്പതി ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ് ആ വിബാധ്യ പരിരാപ സ്തമാംസി ജ്യോതിഷം അന്തം രഥമൃതസ്യ തിഷ്ടസി ബൃഹസ്പതേ ഭീമമിത്രദംഭനം രക്ഷോഹണം ഗോത്രഭിദം സ്വർവിദം. ബ്രഹ്മണസ്പതി എല്ലാ നിന്ദകരെയും അന്ധകാരത്തെയും നശിപ്പിച്ച് പ്രകാശിച്ച് ദിവ്യരഥത്തിൽ ആരൂഢനായി വിലസുന്നു. ബ്രഹ്മണസ്പതി എല്ലാ നിന്ദകരെയും അന്ധകാരത്തെയും നശിപ്പിച്ച് ആ ജ്ഞാനം പുറത്തു വന്നതോടുകൂടി തന്നെയാണ് അന്ധകാരമില്ലാതായത്, അജ്ഞതയില്ലാതായത്. എല്ലാ നിന്ദകരെയും തടസ്സങ്ങളെയെല്ലാം നീക്കുന്നത് ഈ ജ്ഞാനമാണ്, സയൻസാണ്. എന്നിട്ട് പ്രകാശവാനായി, അതാണ് പ്രകാശം. ദിവ്യമായ രഥത്തിൽ ആരൂഢനായി, ദിവ്യമായ രഥത്തിൽ ആരൂഢനായി എന്ന് പറഞ്ഞാൽ ഒരു രഥം അവിടെയുണ്ട്, അവിടെ കയറി ആ ശക്തി ഇരിക്കുന്നതൊന്നും ചിന്തിക്കരുത്. അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതായത് ഈ ലോകത്തിൽ സയൻസാണ് അതിൻ്റെ പ്രഭാവത്തിൽ എല്ലാ സൃഷ്ടിക്കും ആധാരമായിട്ട് അതങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് പിന്നിൽ എന്ന നിലയിൽ കാണണം. അല്ലാതെ ഒരു കസേലയിട്ടിട്ടല്ലെങ്കിൽ ഒരു സിംഹാസനം ഇട്ടിട്ടാണ് ഇരിക്കുന്നു എന്ന അർത്ഥത്തിലേക്കൊന്നും എടുക്കരുത്. ഇതെല്ലാം കവിഭാവനയിൽ അടിക്കുന്നതാണ്. അപ്പം എല്ലാ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ളതിലെല്ലാം സയൻസാണ്, ശാസ്ത്രമാണ്. സയൻസിലൂടെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പ്രതാപശാലിയായിട്ട് ആ ബ്രാഹ്മണസ്പതി ഇരുന്നു. അല്ലെങ്കിൽ സയൻസ് ഉണ്ട്. എല്ലാത്തിനും സംരക്ഷിച്ചുകൊണ്ട് സയൻസാണ് അടിസ്ഥാനമായിട്ട് നിലകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അതിനെ കണ്ടാൽ മതി. ഇനി എന്ത് ചെയ്യുന്നു? മനുഷ്യരെല്ലാം സൃഷ്ടിച്ചിട്ട് ഈ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് മനുഷ്യരിലൂടെയാണ് കുറേ പുരോഗതികൾ നടത്തുന്നത്. അത് നേരത്തെ പറഞ്ഞതാണ്. അത് കുറേ ഭൂമികളും പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിട്ടു. എന്നിട്ട് ഭൂമിയിൽ കെട്ടിടങ്ങളും മറ്റേ ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് പുരോഗമിക്കുന്നത് മനുഷ്യരിലൂടെയെല്ലാണ്. അപ്പം പിന്നെ ജീവജാലങ്ങളിലൂടെ ഈ ശാസ്ത്രം തന്നെയാണ് അവർ മനസ്സിലാക്കിയിട്ട് പ്രപഞ്ച സൃഷ്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി മനുഷ്യർക്കുള്ള ആഹ്വാനമാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കർമ്മം ചെയ്തിട്ട് ലോകത്തെ എവിടെ എത്തിക്കണം? അവസാനം സുന്ദരമായ വസുദേവ കുടുംബത്തിലേക്ക് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ എത്തിക്കണം. അത് അടുത്തതിൽ